I love you, baby. I love you too, baby. ഗുഡ് മോർണിംഗ്. ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ, എന്തു പറ്റി? ഇത് എന്റെ ശീലോ. വാവ്. അടിപൊളിയായിട്ടുണ്ട്. നിനക്കൊരു കഫേ തുടങ്ങിക്കൂടെ? എന്തേ? എന്തൊരു ടേസ്റ്റ് ഈ കോഫിക്ക്. ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുവാണോ അതോ ഓഫീസിൽ പോകാൻ പ്ലാനുണ്ടോ? ഓഫീസിലേക്ക് ഡെയിലി പോകുന്നതല്ലേ, ഇന്ന് നമുക്ക് കുറച്ച് റൊമാൻസ് ആയാലോ? ലേറ്റ് ആവൂല്ലേ? അപ്പോ ഓഫീസിൽ പോ നോക്ക്. ശരിക്കും ഞാൻ പോണോ? പോയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ വൈകിട്ട് കാണാം. രോഹിത്, ആ രോഹിത് പറഞ്ഞോ. എന്തൊക്കെയുണ്ട് ചക്കരെ? നിന്റെ ചക്കരെ വീട്ടിൽ പണിയെടുത്തോണ്ടിരിക്കുക. എനിക്കറിയാം മോളെ, കുറച്ചു ദിവസം കൂടെ ക്ഷമിക്ക്, പിന്നെ നീ അവിടെ റാണിയെ പോലെ ജീവിക്കും. 3 വർഷമായിട്ട് ഈ സെയിം ഡയലോഗ് കേട്ടിട്ട് എനിക്ക് എന്നെ ബോറടിച്ചു തുടങ്ങി. എനിക്കറിയാം. കല്യാണം കഴിഞ്ഞപ്പോ പോയതാ, പിന്നെ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്റെ ദേഷ്യത്തെ പറ്റി നന്നായിട്ട് അറിയാലോ. നീ എപ്പോഴും ഇങ്ങനെ സംസാരിക്കണം, പിന്നെ എങ്ങനെ കാണാൻ തോന്നുന്നേ? ഇടയ്ക്ക് ഇച്ചിരി സ്നേഹത്തോടെ സംസാരിച്ചൂടെ? ആദ്യം ഒന്ന് ഇങ്ങോട്ട് വാ, പിന്നെ സ്നേഹം കിട്ടുന്നില്ലെന്നുള്ള കംപ്ലൈന്റ് ഒക്കെ എന്നിട്ട് പറയാം. എപ്പോഴും ദേഷ്യം, ഇത് കാരണം വിളിക്കാൻ പോലും തോന്നാറില്ല. എന്നാ പിന്നെ വിളിക്കണ്ടെന്നേ. ഇവിടെ ആരെങ്കിലും പറഞ്ഞോ എന്നെ വിളിക്കാൻ? ആ ശരി, എങ്കിലും ഇനി വിളിക്കുന്നില്ല. പോ, എന്താന്ന് വെച്ച് ചെയ്, മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട്. ഇന്ന് രാത്രി എന്റെ ഫ്ലാറ്റ് വെച്ച് കാണാം. നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്നെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. This is for you, darling. Please. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാവേ. ഇതുകൊണ്ടാ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. ഒന്നും പറയാതെ തന്നെ നീ എല്ലാം മനസ്സിലാക്കി ചെയ്യും. ആണോ? എൻ്റെ അടുത്ത് നിനക്ക് വേറെന്തൊക്കെ ഇഷ്ടമുള്ളത്? അത് നിന്റെ അടുത്തുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് എൻ്റെ ഒപ്പം ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ആ
ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ മേഘ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഈ ജീവിതം നിന്റെ കൂടെ ജീവിക്കണം. എനിക്കും അത് ആഗ്രഹം. ഐ ലവ് യു. വിൽ യു മാരി മീ? അപ്പൊ നീ എന്താ പറഞ്ഞു വന്നത്? എനിക്ക് എന്റെ വീട്ടിലേക്ക് പോണം. വീട്ടിലേക്ക് പോണമെന്നോ? എടി, ഇന്നു മുതൽ ഇതാണ് നിന്റെ വീട്. നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോവല്ലേ? അപ്പൊ ഒരുമിച്ച് ജീവിക്കുന്നതിൽ എന്താ തെറ്റ്? ഇവിടെ നീ എങ്ങോട്ട് പോകണ്ട. അർജുൻ, നീ എന്നെ ഒരിക്കലും ഇട്ടിട്ട് പോയില്ലല്ലോ അല്ലേ? എപ്പോഴും എന്നെ ഇതുപോലെ തന്നെ സ്നേഹിക്കുവോ? എപ്പോഴും. സത്യം പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് പോലും എനിക്ക് നിന്റെ അടുത്തൊന്നും മാറി നിൽക്കണമെന്നില്ല. ഇങ്ങനെയൊക്കെ തന്നെ ആദ്യം അവനും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. അല്ലെങ്കിൽ തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് സമയം ജീവിച്ചതാ. അത് കാരണം ഞാൻ തകർന്നു പോയതാ. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ വേറൊന്നുമില്ല. ഞാൻ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായിരുന്നില്ലേ? ഇപ്പൊ നീ എൻ്റെ ഒപ്പം ഉണ്ടല്ലോ. എപ്പോഴും ഉണ്ടാവും. നമ്മളിനി എപ്പോഴും ഒരുമിച്ചുണ്ടാവും. ഇനി നീ എങ്ങോട്ടും പോവാൻ നിൽക്കണ്ട. പോകാതെ പറ്റില്ലല്ലോ ബേബി. സാധനങ്ങൾ എടുത്തോണ്ട് വരണ്ടേ? ഓ ഹാ, സോറി 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 സോറി, അത് ഞാൻ മറന്നുപോയി. വാ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. എന്താ നോക്കിയേ, ഇപ്പോഴാണ് ഈ ഫ്ലാറ്റ് ശരിക്കും ഒരു വീടായിട്ട് തോന്നി തുടങ്ങിയത്. നമ്മുടെ പ്രണയത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതെനിക്കറിയില്ല. പക്ഷെ പ്രണയം ഇല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം തെറ്റായിരിക്കും. നമ്മുടെ ഇടയ്ക്ക് ആരെങ്കിലും വന്നാ എന്ത് ചെയ്യും? അയാൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഐ വാണ്ട് യു ഫോർ എവർ അർജുൻ. മീ ടു.
രോഹിത്, നീ ഇവിടെ എന്ത് ചെയ്യാ? വരുന്നത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? സർപ്രൈസ്. ഇതെന്താ കണ്ടിട്ടൊരു സന്തോഷമില്ലാതെ? ഇങ്ങോട്ട് വാ എന്ന് എപ്പോഴും പറയുമായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ വന്നു കഴിഞ്ഞപ്പോ എന്താ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നേ? ഇപ്പൊ ഇങ്ങോട്ട് എന്തിനാ വന്നേ? ഇതെന്തൊരു ചോദ്യം ഇത്? ഇതെന്റെ വീടല്ലേ, നീ എന്റെ ഭാര്യയല്ലേ, എനിക്ക് എപ്പോഴാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നുകൂടെ അല്ലേ? നിന്റെ ഡ്രസ്സൊക്കെ ഇതവിടെ പോയി? അതെല്ലാം ഞാൻ താമസിക്കുന്നിടത്തുണ്ട്. നീ നിന്റെ ഡ്രസ്സല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. ഇനി മുതൽ നീ ഇവിടെ എൻ്റെ കൂടെ താമസിച്ചു. ഇനി എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. മേഘ, 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 where are you, darling? മേഘ, മേഘ, കട്ട് ചെയ്തോ? നീ പിന്നെ കട്ട് ചെയ്തു. ഇവളെന്താ ഈ ഫോൺ കട്ട് ചെയ്ത് കളയുന്നേ? എന്തു പറ്റിയതാവും? ഇന്ന് എനിക്ക് വേറൊരു പരിപാടിയുണ്ട്, ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല. ഇതെന്താ ഇത്? നിനക്കെന്താ പറ്റിയേ? ഒന്നുമില്ല. ഞാൻ വന്നതിൽ നിനക്ക് സന്തോഷമില്ലേ? സന്തോഷോ? അതെന്താ സാധനം? ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ എല്ലാ സന്തോഷങ്ങളും നീയായിട്ട് കളഞ്ഞതാ. ദുബായിലേക്ക് പോയി. നിനക്ക് മറ്റാരുടെ ഫീലിങ്സ് അറിയേണ്ട കാര്യമില്ല. എപ്പോഴും നിന്റെ ഭാഗത്തുനിന്ന് മാത്രമേ ചിന്തിക്കൂ. എന്നെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ ആലോചിക്കാതാണോ? അതുകൊണ്ടല്ലേ ഞാൻ തിരിച്ചു വന്നത്. നിനക്ക് നാളെ എന്താ പ്ലാൻ? ഒന്നുമില്ല. നീ ഫോണിൽ പറഞ്ഞല്ലോ എന്തോ എവിടെ പോകുന്ന കാര്യം. അതെന്റെ ഫ്രണ്ടാ. ഫ്രണ്ടിനൊപ്പോ താമസിക്കുന്നേ. എങ്കിലാ ഫ്രണ്ടിനോട് വീട്ടിലേക്ക് വരാൻ പറ. എനിക്ക് ഒരാളെ പോലും ഇങ്ങോട്ട് വിളിക്കുകയും വേണ്ട, ഒരാളെ പോലും നിനക്ക് പരിചയപ്പെടുത്തി തരുത്തൂല്ല. രോഹിത്, എന്നെ വിട് രോഹിത്. രോഹിത്, നിനക്ക് പറയാ സൗകര്യമില്ല, നീ പറയണ്ട, മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടി നിൽക്കരുത്. ഞാൻ നിന്റെ ഭർത്താവാ. അധിക ഷോഫ് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാ ഞാൻ നിന്നെ ഈ വീടിനകത്ത് പൂട്ടിയിട്ട് കളയും. മനസ്സിലായോടി?
ഈ പൂങ്കണ്ണീരൊഴുകൾ നീ നിർത്തിക്കോ, മനസ്സിലായോ? എന്നിട്ട് അകത്തേക്ക് വാ. എനിക്കിനി മതിയായിട്ടില്ല. നിന്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ ഒപ്പം ഉണ്ടാവും. അർജുൻ, ഞാൻ വല്ലാത്ത പ്രശ്നത്തിൽ പെട്ടിരിക്കുക. എന്ത് പറ്റിയെന്ന് പറ. പ്ലീസ് എന്നെ രക്ഷിക്ക്. മേഘ, മേഘ, കോഫി. എന്ത് കാര്യത്തിന് നീ നോക്കി നിൽക്കുന്നേ? അകത്തേക്ക് കയറിപ്പോ. പന്ത്രണ്ട് മണി കഴിഞ്ഞു. അവൾ ഇതുവരെ വരാത്തതെന്താ? ഇനി എന്തെങ്കിലും പ്രശ്നത്തിലായി കാണുമോ? താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി ഇപ്പോൾ തിരക്കിലാണ്. അർജുൻ, മേഘ, എന്താ ഇത്? നിനക്കെന്താ പറ്റിയത്? മേഘ, എന്തു പറ്റി? മേഘ, ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാം. ദാ കുടിക്കേ. അർജുൻ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നാൽ എന്താണ് പ്രശ്നം? 2 ദിവസമായിട്ട് നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ ആളെ വീട്ടിലോട്ടും വരുന്നില്ല. ഇന്നലെ രാത്രിയാണെങ്കിൽ നീ എന്നോട് ഹെൽപ്പ് ചോദിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നവും കണ്ടു. നിനക്ക് എന്താ പറ്റിയത്? അർജുൻ, ശരിക്കും നിന്റെ ഹെൽപ്പ് എനിക്ക് വേണം. ചിലപ്പോ അതുകൊണ്ടായിരിക്കും സ്വപ്നം കണ്ടത്. നിന്നോട് ഇങ്ങനെയൊക്കെ ആരാ ചെയ്തത്? അത് പറ. ആരായാലും ഞാൻ വെറുതെ വിടില്ല. നീ പറ. ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം നിന്റെ കരച്ചിലൊന്ന് നിർത്ത്. അകത്തേക്ക് വാ, ഞാൻ നിനക്ക് മരുന്ന് വെച്ചുതരാം. ഓ, അപ്പൊ ഇവനാണ് മേഡത്തിന്റെ ഫ്രണ്ട്. അർജുൻ, നീ ഇവിടുന്ന് പൊക്കോ. വേണ്ട, നീ ഇവിടുന്ന് എങ്ങോട്ടും പോകണ്ട. മേഘ, നീ ഇയാളെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ ഞാൻ നിന്റെ കൂടെയില്ലേ? അത് ശരി, അപ്പൊ നീ രക്ഷിക്കാൻ പോവാണല്ലേ? എന്നാ രക്ഷിക്കടാ. പക്ഷെ അതിനൊക്കെ മുമ്പ് നീ ആരാണെന്ന് പറയടാ. നീ എന്തിനാ എന്റെ വീട്ടിൽ കയറിയേ? ഞാൻ ഇവളുടെ ഭർത്താവാണ്. ഈ വീട് നിന്റെ അല്ല, മേഘയുടെയാ. മനസ്സിലായോ? നീ അവളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഒരുപാട് കളിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇറങ്ങിക്കോ. അത് ശരി, അപ്പോൾ ഇത് നിന്റെ വീടാണല്ലേ? ഞാൻ ഇവളുടെ ഫ്രണ്ടും. നിനക്കൊക്കെ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോടാ? ഞാൻ ഇവളുടെ ഭർത്താവാ, ശരിക്കുള്ള ഭർത്താവ്. മനസ്സിലായോ? ഞാൻ കുറച്ചുനാൾ ദുബായിൽ പോയി നിന്നപ്പോഴേക്കും നീ വേറൊരുത്തിനെ കണ്ടുപിടിച്ചല്ലേടി? വൃത്തികെട്ടവളെ. നിന്നെ കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നല്ലേ ഞാൻ. എന്നിട്ട് നീ അലവലാദികളുടെ ഒപ്പം. മേഘ, ഇയാൾ ഇതെന്തൊക്കെയാ പറയുന്നേ? അർജുൻ,
എനിക്ക് ഇയാളോടൊരു സ്നേഹമില്ല. എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ വേണ്ട. ഇയാൾ മനുഷ്യനല്ല, പിശാചാണ്. എനിക്ക് നിന്നോട് മാത്രമേ സ്നേഹമുള്ളൂ. എനിക്ക് നിന്നോട് ജീവിച്ചാൽ മതി. പ്ലീസ് അർജുൻ, എന്നെ രക്ഷിക്കേ. ഈ മനുഷ്യൻ എന്നെ കൊന്നുകളയും. എനിക്ക് മരിക്കണ്ട അർജുൻ. അർജുൻ പ്ലീസ്. മേഘ, മേഘ നീ ഓക്കെ അല്ലേ? നിനക്ക് എന്തെങ്കിലും പറ്റിയോ? മേഘ, 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 മേഘ ഇങ്ങോട്ട് നോക്കും. മേഘ എന്റെ മുഖത്തേക്ക് നോക്ക്. വാ മേഘ, നമുക്ക് ഇവിടുന്ന് പോകാം. അർജുൻ, അർജുൻ. You